നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളിയുടെ പ്രതികരണങ്ങൾ വർത്തമാനകാല കേരള സാമൂഹ്യ സാഹചര്യത്തിലുണ്ടാക്കുന്ന വിഷലിപ്തമായ അന്തരീക്ഷത്തെക്കുറിച്ച് പലതവണ നമ്മൾ രോഷം കൊണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ പ്രതികരണങ്ങൾ രണ്ടെണ്ണമാണ്. ആദ്യം ചോദ്യം ചോദിച്ച റിപ്പോർട്ടർ ടിവിയുടെ മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദിനോട് കാണിച്ച തോന്നിയാസം അത് ഇങ്ങനെയായിരുന്നു. ഈ ദൃശ്യം കണ്ട് നാട് നീളെ അന്തം വിട്ടു നിന്നു. അത് വലിയ ചർച്ചയായി, പ്രതിഷേധമായി. അപ്പോൾ ഞാൻ വിചാരിച്ചത് മൂപ്പര് വന്നിട്ട് ഒരു ക്ഷമയൊക്കെ പറഞ്ഞ് താൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ത് എന്ന് വീണ്ടും വിശദീകരിക്കുമായിരിക്കും എന്ന്. കാരണം നമ്മൾ നേതാക്കൾ, സാമൂഹ്യ നേതാക്കളൊക്കെ അവർക്ക് പറയാനൊരാശയം മാധ്യമങ്ങളിലൂടെ പറയുക, അതിനുശേഷം അതിന് ശ്രദ്ധ കിട്ടുന്നില്ല, മറ്റു ചിലതിലേക്കാണ് ശ്രദ്ധ പോകുന്നത് എന്നൊക്കെ കാണുമ്പോൾ തിരുത്താൻ ശ്രമിക്കുമല്ലോ. അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. മാധ്യമപ്രവർത്തകരോടുള്ള രോഷം നിമിത്തം പറയാൻ ശ്രമിച്ച വിഷയം വേണ്ട രീതിയിൽ മനസ്സിലാക്കപ്പെട്ടില്ല എന്ന് സ്വാഭാവികമായി നമുക്ക് തോന്നുമല്ലോ. എന്നാൽ എന്താ സംഭവിച്ചത്? മൂപ്പര് അതിന് പിന്നാലെ വീണ്ടും വന്ന് തൻ്റെ ഉള്ളിലെ വിദ്വേഷം കൂടുതൽ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഉത്തരം മുട്ടിയപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടർ റഹീസ് റഷീദിനെ തീവ്രവാദി എന്ന് വരെ വിളിച്ചു വാർത്താ സമ്മേളനത്തിൽ. ഈ വന്ന ആളെ എനിക്കറിയാം. റാഹിം ഇരാറ്റുപേട്ടക്കാരനാണ്, MSFന്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാളെ ആരോ പറഞ്ഞേച്ചതാണ്. കാരണം ഒരു ധർമ്മം ഒന്നുമില്ല. ഞാൻ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയല്ലേ, അത് സംസാരിക്കുന്ന രീതി, ഒരു പക്വത. ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധി അവരെത്തുന്നവര് അവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവന്റെ അപ്പുപുറാകാനുള്ള പ്രായം എനിക്കില്ലേ. അതിൻ്റെ ഒരു മര്യാദ വേണ്ട എന്നോട് സംസാരിക്കാൻ, ദാർഢ്യത്തോട് സംസാരിക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ ചാനലിൽ എത്ര നാളായി എന്റെ ചോരയ്ക്ക് വേണ്ടി കുടിക്കുന്നു. ഈ ചാനലിൽ എത്ര നാളായിട്ട് ഞാൻ എന്ത് തെറ്റ് അവരോട് ചെയ്തു? ഇതിന് പിന്നാലെ റഹീസ് തന്റെ നിലപാട് വിശദീകരിച്ച് റിപ്പോർട്ടർ ടിവിയിൽ എത്തി. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന ഈരാറ്റുപേട്ട നഗരസഭയിലെ 14-ാം വാർഡിൽ താമസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞാൻ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നു പേരുള്ള ഒരു സംഘടനയിൽ പ്രവർത്തിച്ച ആളാണ്. അതിൻ്റെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തും നാം പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ കുറേ ആളുകൾ ഭാഗമാകാറുണ്ട്. അങ്ങനെ ഞാൻ ഒരു മുസ്ലിം ലീഗ് പിൻബലമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ മുസ്ലിം ലീഗ് ഐഡിയോളജിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആളാണ്. MSFകാരനായിരുന്നു. അരുവിത്തറ സെൻറ് ജോർജ് കോളേജിൽ BCom പഠിക്കുന്ന സമയത്തൊക്കെ കോളേജ് രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടായിരുന്നു. അങ്ങനെ MSFന്റെ ഭാരവാഹിയായി പ്രവർത്തിച്ചു വന്നയാളാണ്. അത് പറയുന്നതിൽ അത് വെള്ളാപ്പള്ളി നടേശൻ പുറത്ത് പറഞ്ഞിട്ട് അറിയേണ്ട കാര്യം എന്നെ അറിയാവുന്ന ആളുകൾക്കില്ല. കാരണം എൻ്റെ ഓരോ സാമൂഹ്യ മാധ്യമ ഇടപെടൽ നോക്കിയാൽ കാണാം, അവിടെ എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും മറച്ചു വെച്ച് നിലപാടെടുക്കുന്ന ഒരാളല്ല. എന്നെ അറിയാവുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നെ തീവ്രവാദി എന്ന ചാപ്പ അദ്ദേഹം കുത്തിയതിനെക്കുറിച്ച് ഞാൻ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. പറയാനുള്ളത് പറയുന്നതിന് പകരം മാധ്യമപ്രവർത്തകരോട് തർക്കിക്കുകയും തട്ടിക്കയറുകയും മൈക്ക് വലിച്ചെറിയുകയും ശാരീരികമായ പ്രതിരോധങ്ങളിലേക്ക് നീങ്ങുകയും അതും കടന്ന് തീവ്രവാദി എന്ന് വിളിക്കുകയും ചെയ്താൽ സമൂഹത്തിന് മുന്നിൽ നഗ്നരാകുന്നത് അത് ചെയ്തവരാണ്. റഹീസിനെ പോലെ ഒരു മാധ്യമപ്രവർത്തകനെയും റിപ്പോർട്ടർ ടിവിയെയും ഈ മട്ടിൽ അപഹസിക്കുന്ന വെള്ളാപ്പള്ളി അതുണ്ടാക്കുന്ന സാമൂഹ്യ ദുരന്തം എന്താണ് എന്ന് ആലോചിക്കുന്നുണ്ടാവുമോ? അതോ ആലോചിച്ചിട്ട് തന്നെ ഇറങ്ങി പുറപ്പെട്ടതാണോ? കേരളത്തിൽ സംഘപരിവാരത്തിന് വളക്കൂറുള്ള മണ്ണാക്കാൻ ഇറങ്ങിത്തിരിച്ചതാണോ അദ്ദേഹം? ഉത്തരം കിട്ടുമ്പോൾ പേര് പറഞ്ഞ് വർഗീയ ചാപ്പകുത്താൻ ഇറങ്ങിത്തിരിക്കുന്നവരുടെ അതേ നിരയിൽ നിന്ന് വെള്ളാപ്പള്ളി എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് വർത്തമാനകാല സാഹചര്യം ആണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ട് വിശദീകരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം? വെള്ളാപ്പള്ളി ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം വിഷലിപ്തമാക്കുന്ന പ്രതിപ്രവർത്തനവും നടക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി ഒരു ഭാഗത്ത് സർക്കാരിനെയും പിണറായിയെയും പുകഴ്ത്തുന്നു. തൊട്ടടുത്ത നിമിഷം അവരെ കൂടി കുരുക്കിലാക്കും വിധത്തിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നിരന്തരം നടത്തുന്നു. അതിനു പിന്നാലെ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ പിണറായി എന്തു പറയുന്നു, CPM എന്തു പറയുന്നു എന്നും ചോദിച്ച് കോൺഗ്രസും മാധ്യമങ്ങളും ആഞ്ഞടിക്കുന്നു. ഇതാണ് കുറച്ച് നാളായിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ കലാപരിപാടി. അതിലേക്ക് വെള്ളാപ്പള്ളി നൽകിയ ഒടുവിലത്തെ സംഭാവനയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേരള രാഷ്ട്രീയം നിൽക്കുന്നത്. ഇതിൽ CPMന് എന്താണ് നിലപാട്? ഈ സാഹചര്യത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. ഒന്നാമത്തേത്, ഇത് വെള്ളാപ്പള്ളിയിൽ തുടങ്ങുന്നതോ ഒടുങ്ങുന്നതോ അല്ല എന്ന കാര്യമാണ്. വെള്ളാപ്പള്ളി അതിൻ്റെ ഒരു പതാകവാഹകൻ മാത്രമല്ലേ? കേരളത്തിൽ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ചിലവാകുന്ന ഒരു പരിപാടിയാണ് എതിരാളിയായി ഒരാൾ വന്ന് വിമർശനം ഉന്നയിച്ചാൽ ഉടനെ അയാളെ പിടിച്ച് വർഗീയവാദിയാക്കൽ.
അയാളുടെ പേരൊക്കെ വെച്ച് അയാളോട് ചേരുന്ന ഒരു കാറ്റഗറി ആക്കി അങ്ങോട്ട് തിരിക്കൽ BJPയും സംഘപരിവാരവും ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഇതേ സംഗതി രണ്ടു കൂട്ടരാണ് പ്രധാനമായിട്ട് ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മാധ്യമമായ മീഡിയ വണ്ണും, രണ്ടാമത്തേത് വെള്ളാപ്പള്ളിയെ പോലുള്ളവർ സംഘപരിവാറിന്റെ ചുവട് പിടിച്ച് ചെയ്യുന്ന ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ പരിപാടി. കടുത്ത സംഘപരിവാർ വിരുദ്ധ നേതാക്കളെ അവരുടെ ഏതെങ്കിലും പ്രസ്താവന എടുത്ത് വളച്ച് കഷ്ണിച്ച് ഒടിച്ച് ഹിന്ദു വർഗീയവാദിയായി ചിത്രീകരിക്കുന്നതാണ് മീഡിയ വൺ ചാനലിലൂടെ ജമാഅത്തെ ഇസ്ലാമി ഗംഭീരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. കുറച്ച് നാളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനും P ജയരാജനും M സ്വരാജും KK ശൈലജയും അടക്കമുള്ളവർ സംഖ്യയാണ് എന്നാണ്, അവർ ഹിന്ദുത്വ വർഗീയവാദികൾക്കൊപ്പമാണ് എന്നാണ് അവർ നടത്തുന്ന പ്രചരണം. ഏറ്റവും ഒടുവിൽ രാജ്യസഭയിൽ ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാറിനെതിരെ ഘോരഘോരം പോരാടുന്ന ജോൺ ബ്രിട്ടാസിനെ വരെ അവർ സംഖ്യയാക്കി കളഞ്ഞിട്ടുണ്ട്. സംഘപരിവാറിന് വേണ്ടി കടുത്ത സംഘപരിവാർ വിരുദ്ധരുടെ വിശ്വാസ്യത ഇല്ലാതാക്കുക എന്ന അജണ്ട നടപ്പാക്കുന്ന ഒരു 2031 പരിപാടിയാണ് എന്ന ആരോപണവും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ RSS പദ്ധതിയാണ് എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഇതേ നാണയത്തിൽ ഇപ്പോൾ വെള്ളാപ്പള്ളിയും തിരിച്ചടിച്ചു തുടങ്ങി എന്നതാണ് മറ്റൊരു ദുര്യോഗം. ഇത്രയും കാലം ജാതീയമായ അവഗണന ചൂണ്ടിക്കാണിച്ച് മുസ്ലിം ലീഗിനെതിരായും മലപ്പുറത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടും നടത്തിയ പ്രസ്താവനകൾ കൂടാതെ വെള്ളാപ്പള്ളി മാധ്യമപ്രവർത്തകരടക്കമുള്ളവരെ ആളുകളെ ചൂണ്ടിക്കാണിച്ച് പേര് നോക്കി ആരോപണം ഉന്നയിക്കുകയാണ്. സംഘപരിവാരവും ജമാഅത്തെ ഇസ്ലാമിയും ചെയ്യുന്ന അതേ പരിപാടി, അതിൻ്റെ റിയാക്ഷനായിട്ട് വരുന്ന പരിപാടി. ചാനൽ റിപ്പോർട്ടർ SFI ആണ്, MSF ആണ്, CPM ആണ്, BJP ആണ് എന്നൊന്നുമല്ല പറയുന്നത്. അയാൾ വർഗീയവാദിയാണ്, തീവ്രവാദിയാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അപകടത്തെക്കുറിച്ചാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്. എന്തായാലും കോൺഗ്രസിനും BJPക്കും അവരവരുടെ രാഷ്ട്രീയ പ്രയോഗത്തിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വലിയ സാധ്യതയാണ് തുറന്നിടുന്നത്. വെള്ളാപ്പള്ളിയുടെ ലീഗ് വിരുദ്ധ പ്രസ്താവനയും റിപ്പോർട്ടർക്കെതിരായ തീവ്രവാദി പരാമർശവും CPMൻ്റെയും പിണറായിയുടെയും മുസ്ലിം വിരുദ്ധ നീക്കമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്ന് VD സതീശൻ ഉടനെ വന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ചില ആളുകളെ കൊണ്ട്, ചില വ്യക്തികളെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. വേറെ ആളുകളെ കൊണ്ടുവന്ന് ചീത്ത വിളിപ്പിക്കുകയാണ്. എന്നിട്ടിപ്പോൾ അവർ മുസ്ലിമിനെയും മുസ്ലിം ലീഗിനെയും പറയാണ്, ഞങ്ങളോടൊക്കെ നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, അതിനയാൾ വർഗീയവാദിയാണ് എന്ന് അയാൾക്കെതിരെ ആക്ഷേപിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനെതിരായിട്ട്. ഇതെല്ലാത്തിനും കൊട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യം കൂടി ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. VD സതീശൻ നിർദോഷമായി പിണറായി വിജയനെതിരാക്കി വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ ചുരുക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും ചെയ്യുന്ന പരിപാടി ആവർത്തിക്കപ്പെടുന്നുണ്ട് മറ്റൊരു തരത്തിൽ. ആത്യന്തികമായി ഇതിൻ്റെ എല്ലാം ഉപയോക്താവ് RSS ആണെന്നത് വസ്തുതയാണ്. അതുകൂടി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണോ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയും അനുബന്ധ ചർച്ചകളും? അശോകൻ ചെരുവിലിൻ്റെ ഒരു നിരീക്ഷണം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിൻ്റെ മറ്റൊരു വശം അദ്ദേഹം പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനോടുള്ള തൻ്റെ വൈരാഗ്യത്തിൻ്റെ കാരണം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഇടത് സർക്കാരിനെ താഴെയിറക്കാനും UDFനെ അധികാരത്തിലെത്തിക്കാനും പിന്നോക്ക ദളിത് മുസ്ലിം സമുദായ മുന്നണി ഉണ്ടാക്കാൻ ലീഗ് വിളിച്ചിട്ട് ചെന്നയാളാണ് നടേശൻ. അതിനുവേണ്ടി ആളും അർത്ഥവും നൽകി. പക്ഷേ അധികാരത്തിലെത്തിയപ്പോൾ അന്ന് കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും ലീഗും UDFും പാലിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ രോഷത്തിൻ്റെ അടിസ്ഥാനം. അതിനുശേഷം മൂപ്പര് BJPയുടെ കൂടെ കൂടിയിട്ടും ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി, അന്നും അതും പിരിച്ചുവിട്ടു. ഇപ്പോഴാണ് ഇങ്ങനെ നടക്കുന്നത്. എന്തായാലും അശോകൻ ചെരുവിൽ ആവർത്തിക്കുന്നു, രാജ്യത്ത് ഭൂരിപക്ഷ ഹിന്ദുമത രാഷ്ട്രവാദം ശക്തിപ്പെടുമ്പോൾ സാംസ്കാരികമായും സാമൂഹ്യമായും ആക്രമിക്കപ്പെടുന്നവരാണ് ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ. അവരെ ഐക്യപ്പെടാൻ ശ്രമിക്കുന്നത് സ്വാഭാവികം. പക്ഷേ എല്ലാത്തരം സ്വത്ത് രാഷ്ട്രീയവും അധികാരത്തിൻ്റെ കയ്യിലെ പാവകളായി നശിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് അന്നത്തെ പിന്നോക്ക സമുദായ മുന്നണിയുടെ തകർച്ച. പിന്നീട് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നതോടെ പിന്നോക്ക സമുദായ മുന്നണി കൂടുതൽ ഇടതുവിരുദ്ധമായ മഴവിൽ സഖ്യമായി മാറി. ഇത് വെള്ളാപ്പള്ളി അറിഞ്ഞോ അന്ന് നമുക്കറിയില്ല. അതിൽ RSSും പങ്കാളിയായി. അവരാണ് കീഴാറ്റൂരിലും നാട്ടികയിലും നാഷണൽ ഹൈവേക്കെതിരായും ഗെയിൽ പൈപ്പ് ലൈൻ, KRail എന്നിവയ്ക്കെതിരെയും സമരം നടത്തിയത് അവരുടെ നേതൃത്വത്തിലാണ്. ജനങ്ങൾ കൂടെയില്ലെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ആ കൂട്ടിന് നിർണായക സ്വാധീനമുണ്ട്. കേരളത്തിൽ ദളിത്, പിന്നോക്ക, മുസ്ലിം തുടങ്ങിയ മർദ്ദിത സമുദായങ്ങൾ തമ്മിലുണ്ടാവുന്ന ഐക്യത്തെ RSS ഏറ്റവും അധികം ഭയപ്പെടുന്നു. അതൊരു വസ്തുതയാണ്. ഹിന്ദുമത വികാരത്തെ മുൻനിർത്തി ഉണ്ടാക്കുന്ന ഐക്യത്തെയും സംഘടനയെയും അത് ശിഥിലമാക്കും എന്നതാണ് കാര്യം. വീണ്ടും ഒരു പിന്നോക്ക സമുദായ മുന്നണി കേരളത്തിൽ രൂപപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വിഡ്ഢിത്ത പ്രകടനങ്ങളെ മുൻനിർത്തി ജമാഅത്തെ ഇസ്ലാമിയും മറ്റും വിദ്വേഷ പ്രചാരവേല നടത്തുന്നത്. ഈ നീക്കത്തിന് പിന്നിൽ തീർച്ചയായും RSS ആണ് എന്നതിൽ സംശയമില്ല. അല്ലാതെ വെള്ളാപ്പള്ളി കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായൊരു ഘടകമായിട്ടൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞിട്ട് എന്ത് ജനതയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്? ഇതാണ് അശോകൻ ചെരുവിൽ ചോദിക്കുന്നത്. ഇതിൽ പ്രസക്തമായൊരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെയും മീഡിയ വണ്ണിലൂടെ നടക്കുന്ന പ്രചരണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനം അതിൻ്റെ
റിയാക്ഷൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് എന്നുള്ളതാണ്. നേരത്തെ സംഘപരിവാർ ചെയ്തുകൊണ്ടിരുന്നതാണ്, പിന്നീട് അത് ഇവർ ഏറ്റെടുത്ത് നടത്തുന്നു. ഇപ്പോൾ വെള്ളാപ്പള്ളിയിലൂടെ വീണ്ടും ആവർത്തിക്കുന്നു. ഒരു ആക്ഷൻ റിയാക്ഷൻ പ്രോസസ്സാണ്. അതിൻ്റെ ആത്യന്തിക ഉപയോക്താവ് ആരാണ്? സ്വാഭാവികമായും സംഘപരിവാരാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒടുവിലത്തെ അധ്യായമാണ് റഹീസ് റഷീദിൻ്റെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവന. അതിൻ്റെ ഉപയോഗം വേറെ തരത്തിലാണ്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജമായത്തെ ഇസ്ലാമി, വി ഡി സതീശൻ പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ച് ജമായത്തെ ഇസ്ലാമി ഈ കാര്യത്തിൽ ഹിന്ദു പേരുള്ള CPM നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പരിപാടിയും തുടരും. ഇതാണ് നടക്കാൻ പോകുന്ന പരിപാടി. ഇതിൻ്റെ ആക്ഷൻ റിയാക്ഷൻ പ്രക്രിയ സമൂഹത്തെ എന്തുമാത്രം കലുഷിതമാക്കും എന്നാണ് അതിൻ്റെ ഇടത് രാഷ്ട്രീയ വീക്ഷണത്തിലൂടെ അശോകൻ ചെരുവിൽ പറഞ്ഞത്. രാഷ്ട്രീയ തർക്കങ്ങളുടെ ഒക്കെ ഒടുവിൽ നാട്ടിൽ വർഗീയ വിഭജനം ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗപ്പെടുത്തുക എന്നതാണ് വെള്ളാപ്പള്ളിയുടെ ഇമാതിരി പരാമർശങ്ങൾക്കുണ്ടാകുന്ന അനന്തരഫലം. കേരളത്തിൻ്റെ തലയെടുപ്പിൽ അസ്വസ്ഥതയുള്ളവരാണ് അതിന് വളം വെക്കുന്നതും അതിന് തുടർച്ചയായി തിരിച്ചടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കിട്ടിയ ഒരായുധം എന്ന നിലയിലുള്ള പ്രയോഗവും അവിടെ നടക്കാൻ പോവുകയാണ്. സംഘപരിവാറിന് വേണ്ടിയുള്ള പരിപാടി നിർത്തിയെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതിൽ എന്തെങ്കിലും നേരുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യേണ്ടത് ആ റഹീസ് റഷീദിനോടും കേരള സമൂഹത്തോടും മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. അതും ഇതും പറഞ്ഞ് സാമൂഹ്യാവസ്ഥയെ അപകടത്തിലാക്കുന്നത് നിയന്ത്രിക്കപ്പെടുക തന്നെ വേണം. നന്ദി, നമസ്കാരം.